Good morning, all. Good morning, ma'am. Yes, ma'am. Yes, ma'am. Problems benefits of Yes, orientation completed. Yes, ma'am. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രത്യേകിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനുണ്ടാവില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഈ ഓറിയന്റേഷൻ അല്ലെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസുകളെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മൾ പലതരത്തിലുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ന്യൂലി അപ്പോയിന്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ പരിചയപ്പെടുത്തി കൊടുത്തേണ്ടതുണ്ട്. അതേമാതിരി തന്നെ അവിടെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനും പുതിയ കാര്യങ്ങളെ കുറിച്ചിട്ട് അവയർനെസ് ലഭ്യമാക്കേണ്ട തരത്തിലുള്ള ഓറിയന്റേഷൻ ഉണ്ട്. മിക്കവാറും എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് ഒക്കെ ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കാറുള്ളതൊക്കെ നമ്മൾ പല കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൻ്റെതായിട്ടുള്ള പ്രോഗ്രാംസും അത് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. Program connected with the orientation programs are first data overload. Huge amount of information should not be given to the new employees cumulatively as it may prove difficult for employee to understand and retain it. Okay, നമുക്കറിയാം ഒരുപാട് ഇൻഫോർമേഷൻസ് അല്ലെ അത് എല്ലാം കൂടി ഒന്നിച്ച് പുതിയ എംപ്ലോയീസ് ലഭ്യമാക്കി കൊടുക്കാന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടായിരുന്നു എന്താണ് മൊത്തത്തിൽ ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ് ഒരു ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ അപ്പൊ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒന്നിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. പുതിയ എംപ്ലോയിനെ സംബന്ധിച്ച് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അവർക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ വീണ്ടും ഒന്ന് ആലോചിച്ചെടുക്കാൻ പോലും പറ്റാത്തത്ര ഓവർലോഡ് ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. Thus, it is essential to break the information in bits so that the employee have ample time to accept it, analyze and absorb it. Okay, അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരുപാട് എല്ലാ ഇൻഫോർമേഷൻസ് ഒറ്റയടിക്ക് പുതിയ എംപ്ലോയീസിനെ ലഭ്യമാക്കി കൊടുക്കാതെ അല്ലെ കുറച്ച് പാർട്സ് ആയിട്ട് നമുക്കറിയാം മൊത്തത്തിലുള്ള അവയർനെസ്സിനെ കുറിച്ചിട്ട് അതല്ലെങ്കിൽ അവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്ത് പൊതുവേ നമുക്കറിയാം ചില ഓറിയന്റേഷനിലൊക്കെ നമ്മൾ കണ്ടിരുന്നു അവരുടെ ഡ്യൂട്ടി അല്ലെ അത് മോസ്റ്റ്ലി മനസ്സിലാക്കി കൊടുക്കുക, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ നാച്ചുറലി അവര് കുറെ കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്തു പോകും അല്ലെ. അവരുടെ വർക്കേഴ്സിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള അല്ലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവര് കൂടുതലായിട്ട് അറിവ് പിന്നീട് അവർ സമ്പാദിച്ചു. പൊതുവെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് അദ്ദേഹം എന്ത് ജോലിയാണോ അവർക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് ആ ജോലിയുമായിട്ട് ആ സ്പെസിഫിക് ജോലിയുമായി ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് ഡ്യൂട്ടീസ് അല്ലെ അത് അത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണോ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാണ് essential to break the information in bits so that employees have ample time to accept it, analyze and absorb it. അപ്പോൾ അവർക്ക് അതെന്താണ് പെട്ടെന്ന് തന്നെ അല്ലെ സമയമെടുത്ത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അത് വിശകലനം ചെയ്തിട്ട് അത് ഓക്കെ എന്തൊക്കെയാണ് നേടിയെടുക്കേണ്ടതെന്ന് അല്ലെ പതിയെ അവർക്ക് ക്യാച്ച് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. Then it is unfortunate that passionate organizations and human resource personnel place a large part of information on an employee's shoulder on the very first day. Okay. അപ്പൊ നമ്മള് എന്താണ് പ്രത്യേകമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് അവരുടെ ഫസ്റ്റ് ഡേ കൊടുക്കുമ്പോ തന്നെ അവര് എന്താണ് അവർക്ക് പെട്ടെന്ന് തന്നെ അല്ലെ ഒരു എന്താണ് അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ എല്ലാം കൂടി മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കില്ല. ഇത് അല്ലെ ഓൺ വെരി ഫസ്റ്റ് ഡേ അല്ലെ അതെല്ലാം തന്നെ ഫസ്റ്റ് ഡേ തന്നെയാണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. ദിസ് മേ ഫർദർ ടെറിഫൈ ദ നെർവസ് എംപ്ലോയീസ്. ഇങ്ങനെ വരുമ്പോൾ അവരുടെ എന്താണ് എല്ലാം കൂടി അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഡാറ്റ ഓവർലോഡ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഒറ്റ അടിക്കല്ലേ കുറച്ച് ദിവസം കൊണ്ട് മാത്രം ഓറിയന്റേഷൻ 1-2 ദിവസം മാത്രം ഓറിയന്റേഷൻ പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിക്കുന്നവർക്ക് ഇത് ബുദ്ധിമുട്ടായ കാര്യമായിരിക്കും. കാരണം എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള അവയർനെസ് ഒന്നിച്ചായിരിക്കും ബൾക്കായിട്ടായിരിക്കും കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോഴെന്താണ് അവരെ സംബന്ധിച്ച് എല്ലാം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള അവസരം സൃഷ്ടിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയുന്നത്.
ഓക്കെ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. പ്രോബ്ലംസ് ഓഫ് ബോർഡം ആൻഡ് റിജിഡിറ്റി. എന്താണ് ബോർഡം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ. എംപ്ലോയീസ് ഡു നോട്ട് ഫീൽ കംഫർട്ടബിൾ വെൻ an induction program is organized in a formal and routine way, just like a custom. Okay, അവരിങ്ങനെ തന്നെ അവരിപ്പോ ഒരു കൂട്ടര് വന്ന് അവര് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു, മറ്റൊരു കൂട്ടര് വന്ന് അവർക്ക് ക്വസ്റ്റ്യൻ അല്ലെ അവരെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു റുട്ടീൻ ആയിട്ടുള്ള ഒരു വഴിക്കൂടെ, ഒരു ഫോർമൽ ആയിട്ടുള്ള അല്ലെ ഒരു ഔപചാരികമായിട്ടുള്ള ഒരു രീതിയായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. Hence, there is a need to conduct the program in a dynamic and interactive manner. So, അങ്ങനെ ഒരു റുട്ടീൻ പോലെയുള്ള ഒരു അനുഭവം അവർക്ക് ലഭ്യമാക്കാത്ത തരത്തിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. അതൊരു ചലനാത്മകമായിട്ടുള്ള രീതിയിൽ അല്ലെ ഒരു ഇന്ററാക്റ്റീവ് മാനറിൽ തന്നെയാണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. This can be done if the employees are encouraged to voluntarily and actively participate in the induction program to make it a present activity and not a punishment for the employees who have joined the regime. ഇതിങ്ങനെ ഓറിയന്റേഷൻ പ്രോഗ്രാം കഴിഞ്ഞാൽ മതി എന്നുള്ള ഒരു രീതിയിലേക്ക് ആയി പോകാത്ത തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് അറേഞ്ച് കൊടുക്കേണ്ടത്. കാരണം എല്ലാം കൂടി തലക്കൊക്കെ അല്ലെ എല്ലാം കൂടി ഇങ്ങനെ പരിശീലിപ്പിച്ച് അതിങ്ങനെ ഇതിങ്ങനെ എല്ലാം കൂടി കേൾക്കുമ്പോൾ തന്നെ അല്ലെ ഒരു പണിഷ്മെന്റ് എന്ന നിലയിലുള്ള രീതിയിലാവാതെ അവർക്കൊരു നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് അല്ലെ സ്വമേധ എന്താണ് വോളണ്ടിയർലി ആൻഡ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് സ്വമേധയ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു നല്ല ഒരു ഉത്സാഹം അതിലേക്ക് തന്നെ ആ ഒരു ജോലിയിലേക്ക് ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു അവസരം അങ്ങനെയുള്ള രീതിയിൽ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു രീതി അവലംബിക്കേണ്ടതാണ്. അല്ലാതെ ഒരു റുട്ടീൻ ആയിട്ടുള്ള ഒരു ഔപചാരിക ചടങ്ങ് എന്ന രീതിയിലുള്ള ഓറിയന്റേഷൻ അത് ഒഴിവാക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമാണ് അവിടെയുള്ള എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആവുക അല്ലെ. ഫസ്റ്റില് കിട്ടുന്ന ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ നിന്ന് അവർ നല്ല രീതിയിൽ ഒരു പ്ലസന്റ് ആയിട്ടുള്ള രീതിയിൽ അത് അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ എന്താണ് എപ്പോഴും ബോർഡമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു പണിഷ്മെന്റ് എന്ന നിലയിലുള്ള ഒരു രീതിയിൽ അവലംബിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെയാണോ? പ്രോബ്ലം ഓഫ് ബോർഡം ആൻഡ് റിജിഡിറ്റി. ഓക്കെ, ഇതെല്ലാം നമുക്കറിയാം പ്രോബ്ലംസ് ആണ് അല്ലെ. ഓറിയന്റേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. ചിലപ്പോൾ വേണമെങ്കിൽ വർക്ക് ഓവർലോഡ് ആയിട്ട് അവർക്ക് വരാം. ചിലപ്പോൾ എന്താണ് അവർക്ക് ഒരു പണിഷ്മെന്റ് ആയിട്ടുള്ള ടൈമായിട്ട് ഫീൽ ചെയ്യാനായിട്ടുള്ള സാഹചര്യമുണ്ട്. സോ അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് എംപ്ലോയിക്ക് നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കണം ഓറിയന്റേഷൻ പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിക്കേണ്ടത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. കേളേ ഓക്കെ, നിങ്ങളുടെ മെസ്സേജ് എനിക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ടാണ്. Okay, then third one, lack of adequate time and training for facilitators. When the role of promoters of an induction program is handed over to the supervisors and line managers of the organization, they may not be able to carry out it effectively due to lack of adequate experience and training. Okay, നമ്മള് ഇപ്പോ തീർച്ചയായിട്ടും നമുക്കറിയാം എക്സ്പീരിയൻസ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെയാണ് ഇവർക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ കൈകാര്യം ചെയ്യണേന്ന് പറഞ്ഞു, ഹാൻഡിൽ ചെയ്യണേന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ അഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഇൻഫോർമേഷൻസ് ഈ ജോലിയെ സംബന്ധിച്ച് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള നോളജ് ഒന്നും ഇല്ല എങ്കിൽ എന്താ പ്രത്യേകത, അവർക്ക് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോഴേക്കും കൃത്യമായിട്ടുള്ള മറുപടികൾ അവർക്ക് ലഭ്യമാക്കി കൊടുക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ ചിലപ്പോൾ വേണമെങ്കിൽ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ വരുന്നവരുടെ ഡൗട്ടുകൾ വരെയും ക്ലിയർ ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. കാരണം അവർക്കുള്ള ഇൻഫോർമേഷൻസ് അവരുടെ അവയർനെസ് വളരെ പരിമിതമാണ്.
അല്ലെ? അതുകൊണ്ടാണ് പറയുന്നത് ലാക്ക് ഓഫ് adequate ടൈം ആൻഡ് ട്രെയിനിങ് ഫോർ ഫെസിലിറ്റേറ്റേഴ്സ് അല്ലെ? അവിടെ ഈ തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ ലഭ്യമാക്കുന്നവർക്ക് മതിയായ നോളജ് അല്ലെങ്കിൽ മതിയായ ടൈം അവർക്ക് അവൈലബിൾ ആകണം. തീർച്ചയായിട്ടും അതനുസരിച്ചിട്ട് മാത്രമാണ് ഓറിയന്റേഷന് വരുന്ന പേഴ്സൺസിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൃത്യസമയത്തൊക്കെ ലഭ്യമാക്കി കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പറയാണ് the role of a promoters of an induction program is handed over to the supervisors and line managers അല്ലെ? പൊതുവെ നമുക്കറിയാം അവിടെയുള്ള വ്യക്തികൾക്ക് പുതിയതായിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് വരുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും എന്താണ് അവരുടെ മേലുദ്യോഗസ്ഥർ അല്ലെങ്കിൽ ലൈൻ മാനേജേഴ്സ് ഒക്കെയാണ് അവരുടേതായിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുന്നത്. ഓറിയന്റേഷൻ പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്തത് then അവർക്ക് തീർച്ചയായിട്ടും എന്താണ് ഇത് എഫക്റ്റീവ്ലി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് മതിയായ എക്സ്പീരിയൻസും ട്രെയിനിങ്ങും ഉണ്ടായിരിക്കണം അല്ലെ? അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ശരിയല്ലേ? Okay. Then, moreover, they may also be extremely busy in making arrangements for program and advance, and as a result of which the efficiency may ultimately be affected. Okay. അപ്പൊ തീർച്ചയായിട്ടും ഇൻ കേസ് അവർക്ക് ഓൾറെഡി ഒരു കുറെ ഡ്യൂട്ടികളുണ്ട്, അതിന്റെ ഇടയിൽ കൂടെയാണ് ഈ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം കൂടി സംഘടിപ്പിക്കാൻ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് ബിസി കുറച്ചും കൂടിയും തിരക്ക് അനുഭവപ്പെടുകയാണ് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് സമയം എടുത്തിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരിക. അവരവരുടെ ഡ്യൂട്ടിയുടെ ഇടയിൽക്കൂടെ അല്ലെ ഇവർക്ക് കൊടുക്കുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു പോവുകയെന്നേ ഉണ്ടാവുള്ളൂ. ആക്ച്വലി അവർക്ക് അവരുടെ ഡ്യൂട്ടി ബേർഡൻ ആയിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോഴും തീർച്ചയായിട്ടും എന്താണ് ഓറിയന്റേഷന്റെ മതിയായ രീതിയിലുള്ള എഫക്ട് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. They might also try to work on the significance of the incumbent positions in the organization and overstate their own power on the incumbents of job അല്ലെ? അവിടെ തീർച്ചയായിട്ടും ഓരോ പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നിർവഹിക്കേണ്ടതുണ്ട് അല്ലെ? അപ്പൊ അവരുടേതായിട്ടുള്ള അധികാര പദവികൾ ഉണ്ടാവും, അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഇതെല്ലാം തന്നെ അല്ലെ? ഇതിനെ കുറിച്ചിട്ട് എല്ലാം മതിയായ രീതിയിലുള്ള ഇൻഫോർമേഷൻസ് അത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാനായിട്ട് ചിലപ്പോൾ അതിൽ വീക്ക് സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഇവർക്ക് മതിയായ രീതിയിലുള്ള ടൈമോ അവയർനെസ്സോ ഉണ്ടായിരിക്കണമെന്നില്ല അല്ലെ? As a result, the attitude and the conduct of the existing employees may seem to be threatening for the incumbents. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെ വരുമ്പോഴേ ഇവർക്ക് എന്താണ് ഒരു പേടിയായിരിക്കും അല്ലെ? ശരിയായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻസ് ഒന്നും ലഭ്യമല്ല എങ്കിൽ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോഴെന്താണ് അയ്യോ ശരിയാവോ ഇതിങ്ങനെ അല്ലെ? അവർക്ക് സൂപ്പർവൈസറിന് എല്ലാ കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യാനൊക്കെ ഇവർക്ക് പേടിയായിരിക്കും. കാരണം ലാക്ക് ഓഫ് മതിയായ ഇൻഫോർമേഷൻസും കൊടുക്കുന്നല്ല, ഒരു മതിയായ ഒരു അറ്റാച്ച്മെന്റ് അല്ലെ അവരുടെ മേലുദ്യോഗസ്ഥരോടൊക്കെ ഉള്ള ഒരു അറ്റാച്ച്മെന്റ് ഒന്നും അവർക്ക് കൃത്യമായിട്ട് തന്നെ അവയർനെസ്സിനോടുകൂടി മനസ്സിലാക്കി കൊടുക്കുന്നില്ല. സോ അങ്ങനെ വരുമ്പോഴേ ഇവർക്ക് എല്ലാ കാര്യങ്ങളും അല്ലെ പുതിയ എംപ്ലോയീസിനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയായിട്ട് ഒരു പേടിയായിരിക്കുന്നതാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ 3 പോയിന്റ് ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ക്ലിയർ ആണോ? ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതായത് ഇന്ന് നമുക്ക് ചോദിച്ചത് തന്നെ മനസ്സിലാവും അല്ലെ, ഒരുപാട് ഒന്നിച്ച് ഓവർലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവുന്ന അനുഭവം ഉണ്ടാവുക അല്ലെ, അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല പല കാര്യങ്ങള്. പിന്നെ അതേപോലെ തന്നെ ബോർഡർ ആവാനായിട്ടുള്ള സാധ്യതകൾ അവരുടെ അല്ലെ, ഒരു റൊട്ടീൻ വർക്ക് എന്നുള്ള രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവര് ഉദ്ദേശിച്ച റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കില്ല. അതുമാതിരി ലാക്ക് ഓഫ് അഡിക്വേറ്റ് ടൈം ആൻഡ് ട്രെയിനിങ് ഫെസിലിറ്റീസ് അല്ലെ, ഫെസിലിറ്റി കൊടുക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ഇൻഫർമേഷൻസിന്റെ അഭാവം അല്ലെങ്കിൽ അവരുടെ ടൈം തീർച്ചയായിട്ടും അവർക്ക് എന്താണ് ഭാരവാഹികളെ അല്ലെ, അവരുടെ എന്താണ് കൃത്യമായിട്ടുള്ള ഈ ഓരോ കാര്യങ്ങൾ ഓരോ പൊസിഷനിലും ഏതൊക്കെ മേൽനോട്ടക്കാർ എന്തൊക്കെയാണ് ചുമതലയുള്ള ഭാരവാഹികൾ എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കണം. അവരുടെ പവർ എന്താണെന്നൊക്കെ കൃത്യമായിട്ട്, അതാണ് അവിടെ എടുത്തു പറയുന്നത് അല്ലെ, ഇൻക്യുബൻസ് ജോബ്, അതായത് ഓരോ ഭാരവാഹികളുടെ ജോലികൾ നമുക്കറിയാം. നമ്മളുടെ പൊസിഷനിൽ ഹൈ പൊസിഷനിലുള്ള വ്യക്തികൾക്കായിരിക്കും തീർച്ചയായിട്ടും ഓരോ തൊഴിലാളികളും റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യുന്നത്. സോ അവരെ കുറിച്ചിട്ട് നല്ല അവയർനെസ് ലഭ്യമാക്കി കൊടുത്തില്ലെങ്കിൽ ഇൻ കേസ് അവര് അല്ലെ ഭയങ്കര പേടിയുള്ളവരാണ്, അവരെ ഒരു ഭീതിയോട് കൂടിയിട്ടായിരിക്കും അവര് വർക്കൊക്കെ ചെയ്യുന്നത്. ആ റിപ്പോർട്ടുകളൊക്കെ ശരിയാവോ അല്ലെ, പക്ഷെ അവളെ തീർച്ചയായിട്ടും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് മൈൻഡോടുകൂടി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രോബ്ലം ആ ഒരു പേടിയൊന്നും അവർക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് റിസ്ക് ഓഫ് ഫെയിലിയർ ആൻഡ് കൗണ്ടർ എഫക്ട്സ്. എന്താണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് നോക്കാം. ദ റിറ്റൻഷൻ ലെവൽ ഓഫ് ദ employee can be improved through an organized induction program and as a result of which attrition can be reduced, particularly in the early years. നമ്മൾക്ക് തീർച്ചയായിട്ടും അട്രിഷൻ റേറ്റ് എന്ന് പറയുന്നത് വിട്ടുപോകുന്ന നിരക്ക് അല്ലെ. അപ്പൊ ഒരു സ്ഥാപനത്തിന് ഒരു തൊഴിലാളികൾക്ക് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു കൊടുക്കുന്ന ആ ഒരു 1-2 ആഴ്ചയാണെങ്കിൽ ആ ആഴ്ചയിലുള്ളിൽ തന്നെ അവർക്ക് ഓക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന ജോലി എന്താണ്, ജോലി അനുസരിച്ചിട്ട് എനിക്ക് അത് വഴങ്ങോ അല്ലെ എന്നെ കൊണ്ട് സാധിക്കും എന്നൊക്കെ ഒരു കോൺഫിഡൻസ് ആ ഒരു ന്യൂ എംപ്ലോയി സമ്പാദിച്ചിരിക്കും ഇല്ലേ, ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ആ തൊഴിലാളി അവിടെ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം അവരെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആ ടൈമിനുള്ളിൽ തന്നെ അവർക്ക് ആർജിച്ചെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. The retention level of the employees can be improved through an organized induction program and as a result of which attrition can be reduced. നമുക്കറിയാം അത് നേരത്തെ കൂട്ടി ഒരു പ്രിപ്പയർഡ് ആയിരിക്കണം അല്ലെ. ഈ പറഞ്ഞ മാത്രമല്ല ഒരു തിക്കുന്നിരക്കമുള്ള ഒരു പേഴ്സണെ കൊണ്ടത് ഒരുപാട് നോളജ് ഒന്നും ഇല്ലാത്ത വ്യക്തിനെയും കൊണ്ടൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താ പ്രത്യേകിച്ചും ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല, ആകെ ടെൻഷനും ആയിരിക്കും. അതേസമയം നേരത്തെ കൂടി ഒരു പ്രിപ്പയർ ചെയ്തു ഓക്കെ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, പുതിയ എംപ്ലോയീസിനെ എന്തൊക്കെയാണ് മസ്റ്റായിട്ടും നൽകേണ്ട കാര്യങ്ങൾ അല്ലെ, അവരുടെ പേടിയൊക്കെ മാറ്റാനായിട്ട് അവരുടെ ഉത്കണ്ഠയൊക്കെ മാറ്റാനൊക്കെ ആയിട്ട് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത്, ഓക്കെ ആദ്യം അവരെ കൊണ്ട് എങ്ങനെയാണ് ക്യാച്ച് ചെയ്യാൻ സാധിക്കും, അങ്ങനെയൊക്കെ നേരത്തെ കൂടി ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് അല്ലെ ഒരു ഓർഗനൈസ്ഡ് ഇൻഡക്ഷൻ പ്രോഗ്രാം ആണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഈ പറഞ്ഞ അട്രിഷൻ ക്യാൻ ബി എന്തായിരിക്കും, ഇൻക്രീസ്ഡാണോ ഡിക്രീസ്ഡ് ആയിരിക്കുമോ? അട്രിഷൻ റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് വിട്ടുപോകുന്ന നിരക്ക് അല്ലെ. അട്രിഷൻ റേറ്റ് അപ്പോ നല്ല വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് എങ്കിൽ അട്രിഷൻ റേറ്റ് എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും കുറവായിരിക്കും? വിട്ടുപോകുന്നവർ കൂടുതലായിരിക്കോ കുറവായിരിക്കോ? ചോദിച്ച ചോദ്യം അതോടെ ആവർത്തിക്കാം. അതായത് തൊഴിലാളികൾക്ക് നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാം കൊടുക്കുകയാണെങ്കിൽ, അതായത് നേരത്തെ കൂടി അറേഞ്ച് ചെയ്ത് അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ആ കമ്പനിയിൽ നിന്ന് വിട്ടുപോകുന്ന നിരക്ക് കൂടുതലായിരിക്കോ കുറവായിരിക്കും? തന്നെയാണ്. അതായത് അവർക്ക് പേടി ഉണ്ടാവില്ല അല്ലെ, അവര് തീർച്ചയായിട്ടും എന്താണ് അവരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും അവയർ ചെയ്യാൻ ഒരു കോൺഫിഡൻസ് നേടിയെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് വിൽ ബി റിഡ്യൂസ്ഡ് അല്ലെ, വിച്ച് അട്രിഷൻ ക്യാൻ ബി റിഡ്യൂസ്ഡ്, കുറവായിരിക്കും. പർട്ടിക്കുലർലി ഇൻ ദ ഏർലി ഇയേഴ്സ് നേരത്തെ കൂടിയുള്ള ഇയർ വെച്ച് നോക്കുകയാണെങ്കിൽ കുറവായിരിക്കും. കാരണം എന്താണ് അവർക്ക് നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം ആണ് സംഘടിപ്പിച്ചു കൊടുക്കുന്നത്.
On the other hand, a weekly prepared and implemented induction program could produce undesired result. Okay. നമുക്കറിയാം ഒരു വീക്കിലി പ്രിപ്പയർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വളരെ സൂക്ഷിച്ച രീതിയിലുള്ള പ്രിപ്പറേഷൻ ഒന്നും അധികമില്ലാത്ത രീതിയിലുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം ആണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ അത്രയും നല്ല ആഗ്രഹിക്കുന്ന തരത്തിലൊന്നും ആയിരിക്കില്ല. തീർച്ചയായിട്ടും എന്താണ് അവിടെ നിന്ന് തൊഴിലാളികൾ വിട്ടുപോകാനായിട്ടുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. It may force the new employee to build up a negative feelings towards the organization and also about their attitude towards the induction program, although this is not done deliberately. Okay, നമുക്കറിയാം നല്ല രീതിയിൽ എന്താണ് അവർക്ക് അധികാരങ്ങളൊക്കെ വിട്ടുകൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടിക്കൊണ്ട് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പേടിയോ അല്ലെങ്കിൽ ഓക്കെ വരണേന്നുള്ള ഒരു മാനസികമായിട്ടുള്ള എനിക്ക് ജോലിക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തിന് പകരം അല്ലെ പോകണ്ട എന്നുള്ള ഒരു ടെൻഡൻസി അത് അവർക്ക് ഫീൽ ചെയ്യാനായിട്ടുള്ള സാധ്യത കുറവായിരിക്കും. കാരണം ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ തന്നെ അവരുടെ മൈൻഡ് അല്ലെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് പോകാനായിട്ടുള്ള സാധ്യതകൾ വന്നിട്ടുണ്ട്. This is a due course also force the employee to leave the job suddenly as he is nervous, fearful and uncertain about his future. Okay, അവർക്ക് എന്താണ് ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് അവരാ ജോലിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ പോണം എന്നുള്ള ഒരു ആഗ്രഹമായിരിക്കും. അവർക്ക് പേടിയായിരിക്കും ജോലിക്ക് വരാനായിട്ട് അല്ലെ. ഫ്യൂച്ചറിനെ കുറിച്ചിട്ടും അവർക്കൊരു തീരുമാനം എടുക്കും. ഓക്കെ നാളെ എന്താവും, ഓക്കെ ഇന്ന് ഞാൻ ജോലിക്ക് പോയി നാളെ പോകാൻ പറ്റും, അടുത്ത ആഴ്ച എന്തായിരിക്കും, അങ്ങനെ ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്ന ഒരു ഇതായിരിക്കും. അതേസമയം അവർക്ക് ഓറിയന്റേഷൻ ടൈമില് എല്ലാ തരത്തിലുള്ള നോളജും ലഭ്യമാകുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് പോകുമ്പോൾ ഇൻ കേസ് ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് എക്സ്പീരിയൻസ് ഒക്കെ കുറവായിരുന്നുണ്ടാവും, ക്വാളിഫിക്കേഷൻ മാത്രമേ ഉണ്ടായി കാണുള്ളൂ. പക്ഷെ അവിടെ ഓറിയന്റേഷൻ ടൈമിൽ അവർക്ക് കൊണ്ട് ആർജിച്ചെടുക്കാൻ പറ്റുന്നതെല്ലാം തന്നെ അവര് ആർജിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്തായിരിക്കും കോൺഫിഡൻസും നേടിയിട്ടുണ്ടാവും അല്ലെ ജോലിക്ക് വരാനായിട്ട്. അതേസമയം അങ്ങനെ നേരത്തെ പ്രിപ്പയർഡ് ആയിട്ടില്ലാത്ത ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ എന്താ അവിടെയുള്ള തൊഴിലാളികൾക്ക് ഇത്തരത്തിലുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ നിന്ന് കിട്ടേണ്ട പ്രത്യേകമായിട്ടുള്ള നേട്ടങ്ങളൊന്നും കിട്ടാനായിട്ട് സാധിക്കുകയില്ല. അവരെ പെട്ടെന്ന് തന്നെ പേടി ഉത്കണ്ഠയ്ക്ക് ഉള്ളവരായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്, ജോലിയിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി വീണ്ടും നമുക്ക് അടുത്തൊരു പോയിന്റ് നോക്കുകയാണെങ്കിൽ lack of diversity in orientation programs. ഓക്കെ, നമുക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന വർക്കേഴ്സ് അല്ലെ അവിടെ എംപ്ലോയീസ് അവർക്ക് എന്തെങ്കിലും അല്ലെ പുതിയ അറിവുകൾ ലഭ്യമാക്കി കൊടുക്കുക എന്ന് പറയുന്നത്. ഈ വരുന്ന എംപ്ലോയീസ് എല്ലാം തന്നെ നമുക്കറിയാം അവര് ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡും ഡിഫറെന്റ് അല്ലെ പ്രത്യേകമായിട്ടുള്ള പേഴ്സണാലിറ്റി നേച്ചറൊക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കും. ഇപ്പൊ നോക്കാം ലെവൽ ഓഫ് ലേണിംഗ് എബിലിറ്റീസ് അതിന് പെർസ്പെക്ച്വൽ സ്കിൽസ് വാരി ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഓക്കെ, ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് നോക്കുകയാണെങ്കിൽ അല്ലെ അവിടെയുള്ള ന്യൂ എംപ്ലോയീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവരുടെയും ലേണിംഗ് കപ്പാസിറ്റിയും അല്ലെങ്കിൽ പെട്ടെന്ന് അല്ലെ എല്ലാ കഴിവുകളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ടുള്ള പവറൊക്കെ വ്യത്യസ്തമായിരിക്കും. Few people can grasp better than others. ചിലര് പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യും അല്ലെ, അവർക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ക്യാച്ച് ചെയ്തെടുക്കാനായിട്ടുള്ള കഴിവുണ്ടാവും. Likewise, only listening to the presentation may be enough for some people to understand the subject matter, while others may need video presentations and demos to understand the information clear. Okay, ചിലർക്കൊക്കെ എന്താണ് അല്ലെ ആക്ടിവിറ്റി കാണിച്ചു കൊടുക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. ചിലർക്ക് എന്താണ് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും അല്ലെ. അവർക്ക് ചിലത് എന്തെല്ലാം പറയുമ്പോൾ തന്നെ പ്രസന്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നവരുണ്ടാവാം. ചിലരെ സംബന്ധിച്ച് എന്താണ് അല്ലെ അവരുടെ പ്രസന്റേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെ വിഷ്വലി വീഡിയോയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു മനോഭാവക്കാരായിരിക്കാം. So making use of common methods at the same time that delivery system by the organization induction programs for all new employees regardless of their skill level and educational backgrounds may affect the effectiveness of the induction process. Okay, അപ്പോൾ ഇൻഡക്ഷൻ പ്രോസസ്സ് അത് ഫലപ്രാപ്തിയിലാകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നമുക്ക് ഉള്ള ന്യൂ എംപ്ലോയീസ് ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള പീപ്പിളാണ്. അതായത് വ്യത്യസ്തമായിട്ടുള്ള നോളജും സ്കില്ലും കഴിവുകളൊക്കെ ഉള്ള വ്യക്തികളാണ്
സോ കോമൺ ആയിട്ട് അല്ലെ എല്ലാവർക്കും കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു രീതിയായിരിക്കും അവലംബിക്കുന്നത് ഏറ്റവും ബെറ്റർ. ഇപ്പൊ ചിലപ്പോൾ ഇങ്ങനെ വീഡിയോയും ഓഡിയോയും അതേമാതിരി തന്നെ ടീച്ചിങ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ഒക്കെ സംഘടിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് വീഡിയോ ക്ലിപ്പെങ്കിലും കണ്ട് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ചിലർക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അല്ലെ, ശരിയല്ലേ? അല്ലേ? ഓക്കെ. അപ്പൊ അത് എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെ ഫലപ്രദമായിട്ടുള്ള ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. കോമൺ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടരെ മാത്രം കൺസിഡർ ചെയ്തിട്ടുള്ള ചില മുൻകരുതലുകളല്ല എടുക്കേണ്ടത് അല്ലെ. അവിടെ പൊതുവെ പല കൂട്ടരുണ്ടാവാം എന്ന് നേരത്തെ കുട്ടി ചിന്തിച്ച് ഗ്രാസ്പിംഗ് പവർ കുറഞ്ഞവർക്ക് വിഷ്വലി അവർക്ക് മനസ്സിലാവാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ചെറിയ ചെറിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ വരാറ്. വളരെ സിമ്പിൾ ആയിട്ട് ചിലപ്പോൾ ലെവൽസ് ഓഫ് ലേണിംഗ് അബിലിറ്റീസ് അതിന്റെ റെസ്പെക്ട് സ്കിൽസ് വാല്യൂ ഫ്രം 1 to 2 എന്നത് അല്ലെ, അത് നമുക്കറിയാം ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അവരുടെ ആ ഒരു സ്കിൽ എന്ന് പറയുന്നത് അവര് ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അത് തന്നെയാണ് ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന ആ ഒരു പോയിന്റ് കൊണ്ട് തന്നെ അത് ക്യാച്ച് ചെയ്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക. അതില് പ്രധാനമായിട്ടും കോമൺ മെത്തേഡ് ആണ് പൊതുവെ നമ്മൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ലാസ്റ്റ് പോയിന്റ് ആണ് ആബ്സെൻസ് ഓഫ് ഇവാലുവേഷൻ ആൻഡ് ഫോളോ അപ്പ്. എന്താണ് ആബ്സെൻസ് ഓഫ് ഇവാലുവേഷൻ ആൻഡ് ഫോളോ അപ്പിൽ പറയുന്നത്? അതായത് ഇവാലുവേഷൻ നടത്തുക എന്ന് പറയുന്നത് എന്താണ്? വിലയിരുത്തൽ നടത്തുക അല്ലെ. It is important for the organization to assess the efficiency of the induction program by gathering feedbacks from the new employees participating in it. ഓക്കെ, നമുക്കറിയാം തീർച്ചയായിട്ടും പുതിയ എംപ്ലോയീസിന് ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു കൊടുക്കും. ഓക്കെ, അവര് അങ്ങനെ ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്തുന്നതിനിടയ്ക്ക് തീർച്ചയായിട്ടും എന്താണ് അവരുടെ ഫീഡ്ബാക്കിനോടെ അറിയാനായിട്ട് ശ്രമിക്കാം അല്ലെ. രാത്രി ചെയ്യാന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക അല്ലെ. കാരണം അത് ശേഖരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. They should regularly follow up the feedback process by making the required modification in the programs to upgrade it. ഓക്കെ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള പീപ്പിൾസ് ആണ് ഇത്തരത്തിലുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. സോ എല്ലാവർക്കും എങ്ങനെയാണ് അല്ലെ ഒരേപോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് അവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, ഫീഡ്ബാക്കുകൾ അറിയുമ്പോൾ അവർ പറയും കൃത്യമായിട്ട് തന്നെ ഓക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല, വീണ്ടും അല്ലെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോഴാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ച് ഞങ്ങൾ മനസ്സിലാക്കുമ്പോഴൊക്കെയാണ് ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ അല്ലെ അത് പരിചയപ്പെടുത്തി തന്നപ്പോഴൊക്കെ ഇന്ന അല്ലെ പദവികൾ അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് അങ്ങനെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നപ്പോഴാണ് അത് ക്ലിയർ ഔട്ട് ആയത്. അങ്ങനെയൊക്കെ പ്രത്യേകമായിട്ട് അവരുടെ ഫീഡ്ബാക്കിൽ അവര് ചില നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുമ്പോൾ എന്താ പ്രത്യേകത? മോഡിഫിക്കേഷൻസ് നടത്താനായിട്ട് അവിടെ ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നവർക്ക് സാധിക്കും ഇല്ലേ? മോഡിഫിക്കേഷൻ വരുത്താൻ സാധിക്കില്ലേ? എന്തെങ്കിലും ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെ മോഡിഫിക്കേഷൻ നിലനിർത്തി കൊണ്ടുപോകുമ്പോഴാണ് അത് തീർച്ചയായിട്ടും പുതിയ ഇപ്പൊ നമുക്കറിയാം പഴയ കാലവശം തന്നെ എല്ലാം വ്യത്യാസമാണ് അപ്പൊ ഈ കാലഘട്ടത്തിൽ അല്ലെ. ഇപ്പൊ ഈ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള എല്ലാ രീതികളും അനുസരിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ വീക്കിലും നമുക്കറിയാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാറ്റങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ റെഗുലർ ആയിട്ട് ഫോളോ അപ്പ് നടത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തേണ്ടതുണ്ട്. On the other hand, many organizations rarely carry out a serious assessment and follow-up of their induction program. Okay, നമുക്കറിയാം ഇവർ എപ്പോഴും സീരിയസ് ആയിട്ടുള്ള ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ആ ഒരു ഫോളോ അപ്പ് ഇൻഡക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ നടത്തേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം ആവശ്യമായ മോഡിഫിക്കേഷനനുസരിച്ചിട്ട് അവിടെയുള്ള പ്രോഗ്രാംസുകൾക്കൊക്കെ ചേഞ്ച് ചെയ്ത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, അവർക്ക് പേടിയൊന്നും കൂടാതെ അഡ്മിഷൻ റേറ്റ് അല്ലെ വിട്ടുപോകുന്ന നിരക്കൊക്കെ കുറച്ചുകൊണ്ട് തന്നെ ഇപ്പൊ കമ്പനിയിൽ നല്ല ഉത്സാഹത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രാപ്തിയിലേക്ക് എത്തുകയും ചെയ്യും. ഓക്കെ, അബ്സെൻസ് ഓഫ് ഇവാലുവേഷൻ ആൻഡ് ഫോളോ അപ്പ്. ഓക്കെ, എല്ലാം ജസ്റ്റ് വായിച്ചു നോക്കാം. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ആണോ? ാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു ഭാഗം എന്ന് പറയുന്നത് പ്ലേസ്മെന്റ് ആണ്. ഇൻഡക്ഷൻ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓറിയന്റേഷൻ നമ്മള് പല പോയിന്റ്സും അതില് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം, കാരണം ഈ ചാപ്റ്ററിൽ ഞാൻ പുതിയ ഭാഗമാണ് എടുത്തത്. അതായത് ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ്. അതിൽ പല പല കാര്യങ്ങൾ അത് തന്നെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ കണ്ടത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഓറിയന്റേഷൻ ആണ്. വ്യത്യസ്ത വ്യക്തികളുടെ ഓറിയന്റേഷൻ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ ജസ്റ്റ് മീനിങ്ങുകളൊക്കെ, അതായത് മലയാളം മീനിങ്സ് എങ്കിലും ഓർത്ത് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ആരാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. പർപ്പസ് ഓഫ് ഓറിയന്റേഷൻ ആണെങ്കിലും പോയിന്റ്സുകൾ ജസ്റ്റ് ഓർത്ത് വെക്കുക, കാരണം ഇതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, പർപ്പസ് ഉണ്ട്, അല്ലെ, പലതരത്തിലുള്ള ഹെഡിങ്ങുകൾ വെച്ചിട്ട് തന്നെ കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ പർപ്പസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടൈപ്സ് ഓഫ് ഓറിയന്റേഷൻ പറഞ്ഞു. ടൈപ്സ് ഓഫ് ഓറിയന്റേഷനിൽ മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് കേട്ടോ, കാരണം അത് പലതരത്തിലുള്ള ഓറിയന്റേഷൻ ആയതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഓറിയന്റേഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ എടുക്കാനായിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ ഡിസ്ട്രക്റ്റീവ് ഓറിയന്റേഷൻ, ഇൻവെസ്റ്റർ ആൻഡ് ഡൈവേസ്റ്റർ ഓറിയന്റേഷൻ, അങ്ങനെ അല്ലെ, അതിന്റെ തന്നെ പോയിന്റ്സുകളാണ് ഓർത്ത് വയ്ക്കുക, പോയിന്റ് അല്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഓറിയന്റേഷൻ ആണ്. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ജനറൽ ഓറിയന്റേഷൻ, ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ, സ്പെസിഫിക് ഓറിയന്റേഷൻ. ഓക്കെ, ഇത് വെച്ച് തന്നെയുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇപ്പോഴും പറഞ്ഞു പോകുന്നത് അല്ലെ. അവരെ ഒന്നിച്ച് ബേർഡനാക്കരുത്, എല്ലാ കാര്യങ്ങളും കൂടി ഒന്നിച്ച് കൊടുക്കാതെ കുറേശ്ശെ ഭാഗം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രോസസ് ഓഫ് ഓറിയന്റേഷൻ. ഓക്കെ, അതും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. എന്താണ് ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് ഓറിയന്റേഷൻ, അപ്പോൾ എന്താണ് മീൻ ചെയ്യുന്നപ്പോൾ കാര്യം ചോദിക്കുന്നുണ്ട്. കണ്ടന്റ് ഓഫ് ഓറിയന്റേഷൻ പ്രോഗ്രാം. ഓക്കെ, അതൊക്കെ ഹെഡിങ്ങുകൾ മസ്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓറിയന്റേഷനിൽ ഓർഗനൈസേഷൻ ഇഷ്യൂസ്, എംപ്ലോയീസ് ബെനിഫിറ്റ്സ്, ഇൻട്രൊഡക്ഷൻ ടു എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് ഓഫ് ഓർഗനൈസേഷൻ, ഡ്യൂട്ടീസ്. വളരെ 4 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. റിക്വിസിറ്റ്സ് ഓഫ് എഫക്റ്റീവ് ഓർഗനൈസേഷനിലാണ് കുറച്ചധികം പോയിന്റ്സ് വരുന്നത്, ഒരു 10 പോയിന്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്താണ് അതിന്റെ ആവശ്യകത എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളും കൂടി അതിൽ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സ്ട്രക്ചർ, ആ ഒരു ഓർഗനൈസേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ പല കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിക്കണം എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പിന്നീട് നോക്കാനുള്ളത് ബെനിഫിറ്റ്സ് ഓഫ് ഓറിയന്റേഷനും പിന്നെ എന്താണ് പ്രോഗ്രാംസ് ഓഫ് ഓറിയന്റേഷനും ആണ്. ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് നമുക്കറിയാം, അതിന്റെ നേരെ ഓപ്പോസിറ്റ്സ് ആണ് അല്ലെ. തീർച്ചയായിട്ടും വിട്ടു പോകുന്ന നിരക്കൊക്കെ കുറവായിരിക്കും അല്ലെ. ഇനി നമുക്ക് പുതിയ ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നത് എന്താണ്, പ്ലേസ്മെന്റ് ആണ്.
ഓക്കെ, നമുക്കിപ്പോ പ്ലേസ്മെന്റ് തുടങ്ങാം. ടീച്ചറോട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഓറിയന്റേഷൻ ഓക്കെ. അപ്പൊ നോക്കാം എന്താണ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് പ്ലേസ്മെന്റ്. പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു തൊഴിലാളിയെ അല്ലെ കണ്ടെത്തിയിട്ട് അവിടെ നിയമിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പിയാണ് അവിടെ വരുന്നത് അല്ലെ. The employee should be placed on he or she has been hired. ഓക്കെ, നമ്മള് ആരെയാണോ അല്ലെ, ഒരു ലേഡി ആയിരിക്കാം അല്ലെങ്കിൽ മെൻ ആയിരിക്കാം, ആരെയാണ് എങ്കിലും എംപ്ലോയി ആയിട്ട് നമ്മൾ നേടിയെടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? തൊഴിലിന് വേണ്ടിയിട്ട്. അലോക്കേഷൻ ഓഫ് പീപ്പിൾ ടു ജോബ്സ് ഈസ് നോൺ ആസ് പ്ലേസ്മെന്റ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മീനിങ് വെച്ച് പറയുകയാണെങ്കിൽ അലോക്കേഷൻ ഓഫ് പീപ്പിൾ ടു ജോബ്സ് ഈസ് നോൺ ആസ് പ്ലേസ്മെന്റ്. പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ജോലിയിലേക്ക് പീപ്പിളിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക, അതായത് നിയമിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു വലിയ വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ ഒരുപാട് ജോലിക്കാരെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അല്ലെ, ഒരുപാട് ജീവനക്കാരെ കണ്ടെത്തേണ്ടതുണ്ട്. ഓരോ ജോലിക്കും അനുയോജ്യമായിട്ടുള്ള പേഴ്സണെയാണ് കണ്ടെത്തേണ്ടത്. ഒരു ടെക്നീഷ്യന്റെ ജോലി എന്താണോ അല്ലെ, അതിനനുസരിച്ചുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സണെ നിയമിക്കുമ്പോൾ ഒരു അക്കൗണ്ട് സെക്ഷനിലേക്ക് അത്തരത്തിലുള്ള ഒരു ക്ലറിക്കൽ സ്റ്റാഫിനെ ആയിരിക്കാം. അതേസമയം പ്രൊഫഷണൽ ആയിട്ട് ഒരു നഴ്സിംഗ് ഡ്യൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അവർക്ക് അതനുസരിച്ചുള്ള അക്കാദമിക് ക്വാളിഫിക്കേഷൻ ആയിരിക്കും അല്ലെ. അതേമാതിരി തന്നെ ഇൻ കേസ് നമുക്കറിയാം ഹ്യൂമന്റെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള വർക്ക്, ഇൻ കേസ് ഒരു ബിൽഡിങ് അല്ലെ, ഒരു കാർപ്പൻറ്റർ ആണെങ്കിൽ എന്താണെങ്കിലും അല്ലെ, അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു തൊഴിൽ അല്ലെ, ആ തൊഴിലിന് അനുയോജ്യമായിട്ടുള്ള ഒരു പേഴ്സണെയാണ് കണ്ടെത്തേണ്ടത്. സോ അതെന്ന് പറയുന്നത് അലോക്കേഷൻ ഓഫ് പീപ്പിൾ ടു ജോബ്സ് ഈസ് നോൺ ആസ് പ്ലേസ്മെന്റ്. It is a process of assigning or reassigning an employee to a new or different job. Okay. ഇതെന്ന് പറയുന്നത് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ, നിയമിക്കുക, നിയമനം അല്ലെ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അസൈനിങ് ഓർ റീഅസൈനിങ് അല്ലെ, വീണ്ടും അല്ലെങ്കിൽ അല്ലെ ഒന്നും കൂടി റീ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു നിയമനം നടത്തുക. എംപ്ലോയിനെ കണ്ടെത്തുക, ഇതിനു വേണ്ടിയിട്ട് വ്യത്യസ്ത ജോലിക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് എംപ്ലോയിയെ കണ്ടെത്തുക അല്ലെ, നിയമിക്കുക അല്ലെങ്കിൽ റീ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് പ്ലേസ്മെന്റിൽ നടപ്പാക്കുന്നത്. Thus, placement is the procedure of placing the right person on the right job, and the aim of placement is to place the hired candidates in the jobs for which they have the needed skills. ഓക്കെ, അതില് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് ജോലിയാണോ ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പേഴ്സണെയാണ് നമ്മളവിടെ നിയമിക്കേണ്ടത് അല്ലെ. അതാണ് പ്ലേസ്മെന്റിൽ എപ്പോഴും പ്ലേസ്മെന്റ് സക്സസ് ആവുന്നത് എന്തുകൊണ്ടാണ്? റൈറ്റ് പേഴ്സണെയാണ് റൈറ്റ് ജോലിയിൽ നിയമിച്ചതെങ്കിൽ പ്ലേസ്മെന്റ് നടത്തിയിരിക്കുന്നത് സക്സസ് ആണ്, വിജയത്തിലേക്കാണ് പോയിരിക്കുന്നത്. അതേസമയം പ്ലേസ്മെന്റ് നടത്തിയിരിക്കുന്നത് റോങ് ആയിട്ടുള്ള പേഴ്സൺസ് അല്ലെ, ഏബിൾ അല്ലാത്ത ഒരു പേഴ്സണെയാണ് ആ ജോലിക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എങ്കിൽ അവിടെ പ്ലേസ്മെന്റ് അത്ര സക്സസ്ഫുൾ ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയും. സോ പ്ലേസ്മെന്റ് ഈസ് എ പ്രൊസീജിയർ അല്ലെ, ഇതൊരു നടപടിക്രമമാണ്. എന്താണ്? റൈറ്റ് പേഴ്സൺ എന്താ റൈറ്റ് ജോബ്. ദെൻ and the aim of placement is to place the hired candidates in the jobs for which they have the needed skills. അതായത് അതിന്റെ ലക്ഷ്യം അല്ലെ, പ്ലേസ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ നേടിയിരിക്കുന്ന പേഴ്സൺസ് അല്ലെ, നമ്മള് ജോലി ഓഫർ വെച്ച് നേടിയിരിക്കുന്ന പേഴ്സൺസ് ഒക്കെ മതിയായ നോളജ് ഉള്ള അല്ലെ, ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള ജോലിക്ക് മതിയായ നോളജ് ഉള്ള പേഴ്സൺസിനെ തന്നെയാണ് നമ്മൾ നേടിയിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക അല്ലെ. അതാണ് പ്ലേസ്മെന്റില് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. പ്ലേസ്മെന്റ് നടത്തുക എന്ന് പറയുമ്പോൾ റൈറ്റ് പേഴ്സണൽ റൈറ്റ് ജോലിയിൽ നമ്മൾ നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ പോലെ തന്നെ അത് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പ്ലേസ്മെന്റിലെ എയിം എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല മതിയായിട്ടുള്ള അതായത് അനുയോജ്യമായിട്ടുള്ള സ്കില്ലും നോളജും ഉള്ള പേഴ്സൺസിനെയാണ് നമ്മൾ ഹയർ ചെയ്തിരിക്കുന്നത്, നിയമനത്തിനായിട്ട് വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അക്കോർഡിംഗ് ടു ഫിഗേഴ്സ് ആൻഡ് നിയേഴ്സ് അവരുടെ അഭിപ്രായത്തിലുള്ള വീക്ഷണങ്ങളെ നമുക്ക് നോക്കാം. എന്താണ്? പ്ലേസ്മെന്റ് is the determination of a job to which an expected candidate is to be assigned and his assignment to the job. അതായത് ജോലിയില് അല്ലെ തീർച്ചയായിട്ടും നമുക്കറിയാം നിയമിക്കുക, നിയമനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റ് സ്വീകരിച്ചിരിക്കുന്ന നിയമനം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അല്ലെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു പ്ലേസ്മെന്റ് ആണ്.
അതായത് പ്ലേസ്മെന്റ് ഇസ് എ ഡിറ്റർമിനേഷൻ ഓഫ് ജോലി, ഏത് ജോലിയാണെന്ന് തീരുമാനിക്കുക. Then which are aspected candidate is to be assigned. അവർക്ക് അത് ആ കാൻഡിഡേറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുകയൊക്കെ എന്ത് ജോലി ഇതാണ്, ഓക്കെ, തീരുമാനിച്ചുറപ്പിച്ച ജോലിയാണ് എനിക്ക് ലഭ്യമാകുന്നത്. ആൻഡ് ഈസ് അസൈൻമെന്റ് ടു ദാറ്റ് ജോലി. ഓക്കെ, ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടുള്ള നിയമനം, അതാണ് ഇതിലെ പ്രധാനമായിട്ടുള്ളത്. പ്ലേസ്മെന്റ് ഈസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ ജോലി. അല്ലെ, അവിടെ ജോലി എന്താണെന്നുള്ള തീരുമാനം അവിടെ ആവശ്യമാണ്. ഓക്കെ, ആ കാൻഡിഡേറ്റ് അതിന് അനുയോജ്യമായ പേഴ്സൺ ആണെന്നുള്ള ആവശ്യമാണ്. എന്താണോ കാൻഡിഡേറ്റ് അനുയോജ്യമായിട്ടുള്ള പേഴ്സൺ ആവുന്നത് എപ്പോഴാണ്? ആ ജോലിയുമായി ബന്ധപ്പെട്ട സ്കില്ലും നോളജും അവനുണ്ടെങ്കിലാണ് അനുയോജ്യമായിട്ടുള്ള പേഴ്സൺ ആവുന്നത്. അല്ലെ, അത് ആ പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യുന്നത്. അസൈൻമെന്റ് ടു ദ ജോബ്, അങ്ങനെ ആ വ്യക്തി ജോലിയിൽ നിയമിതനാവണം. സോ ഇത്തരം കാര്യമാണ് ഇതിലുള്ളത്, പ്ലേസ്മെന്റിലുള്ളത്. It is a matching of what the supervisor has a reason to think he can do with that job demands. Okay, അതായത് തീർച്ചയായിട്ടും നമുക്കറിയാം സൂപ്പർവൈസേഴ്സ് ആണ് മനസ്സിലാക്കുന്നത്, അല്ലെ, ഓരോ ഈ വ്യക്തി ഇതിന് അനുയോജ്യമായിട്ടുള്ള പേഴ്സൺ ആണോ, ഓക്കെ, ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സൺ ആണെന്ന് വിലയിരുത്തുന്നവരാണ്. അല്ലെ, തീർച്ചയായിട്ടും അവർക്കാണ് അത് മാച്ച് ചെയ്യുന്നതാണെന്ന് ഫൈനലൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇറ്റ് ഈസ് മാച്ചിങ് ഓഫ് വാട്ട് ഹി ഇമ്പോസ് ഓൺ സ്ട്രെയിൻ, വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് what he offers in the form of a payroll, compensation, companionship with others, promotion possibilities, etc. Okay, നമ്മളിപ്പോ മനസ്സിലാക്കുമ്പോൾ ഒരു പേഴ്സണെ മാത്രം ചുമതലപ്പെടുത്തി, അല്ലെ, ചില ഡ്യൂട്ടികൾ എന്ന് പറയുമ്പോൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഒരു പേഴ്സണും ചില ക്വാളിഫിക്കേഷൻസ് കുറഞ്ഞാലും മറ്റൊരു പേഴ്സണും ചിലപ്പോൾ ക്രൂഷ്യലായിട്ട് മറ്റൊരു ക്വാളിഫിക്കേഷൻ കൂടി ഉണ്ടെങ്കിൽ അവരെ ഒന്നിച്ച് പോയി കഴിയുമ്പോൾ ആ ജോലി സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഒരു ഏകലക്ഷ്യത്തെ മേലുദ്യോഗസ്ഥർക്ക് എത്താനായിട്ട് സാധിക്കും. അല്ലെ, അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ്, അവരെ എടുക്കുന്ന സ്ട്രെയിനുകൾ, അവരുടെ ഓരോ രീതികൾ, അല്ലെ, അതനുസരിച്ചിട്ട് തന്നെ അവർക്ക് ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് മനസ്സിലാവുന്നു. അത് മാത്രമല്ല, തൊഴിലാളി അക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് മതിയായ പേറോൾ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഓക്കെ മതിയായ രീതിയിലുള്ള പ്രൊമോഷൻസ് ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ ലഭ്യമാകുന്നുണ്ട്. ഇതൊക്കെല്ലാം അനുസൃതമായിട്ടാണ് അവര് ആ ഒരു ജോലി തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പൊ തൊഴിലാളിയും അവർക്ക് അനുയോജ്യമായിട്ട് മനസ്സിലാക്കുന്ന എടുക്കുന്നുണ്ട് എന്നതോടൊപ്പം തന്നെ തൊഴിലുടമയും ആ ജോലിക്ക് അനുസൃതമായിട്ടുള്ള പേഴ്സൺ ആണെന്ന് കണ്ടെത്തുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ വരുമ്പോഴാണ് അവിടെ പ്ലേസ്മെന്റ് സക്സസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അത് രണ്ടും മാച്ച് ചെയ്ത് പോകുന്നത്. അല്ലെ, പഠിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെയാണോ? അടുത്തൊരു ഡെഫിനിഷനിലേക്ക് പോകട്ടെ. ഓക്കെ, അടുത്തൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഡെയിലി ഓർഡർ ആണ്. അദ്ദേഹം എന്താ പറയുന്നത്? അസൈൻമെന്റ് ഓഫ് എ പർട്ടിക്കുലർ ജോബ് ടു എ ന്യൂലി എംപ്ലോയിഡ് ഈസ് ദ പ്ലേസ്മെന്റ്. ന്യൂലി അപ്പോയിന്റ്മെന്റ് എംപ്ലോയി ഈസ് ദ പ്ലേസ്മെന്റ്. അതായത് ദ അസൈൻമെന്റ് ഓഫ് എ പർട്ടിക്കുലർ ജോബ്, അല്ലെ, ഒരു നമ്മള് പ്രധാനമായിട്ടും പറഞ്ഞിരുന്നു ഏത് ജോലിയാണോ, അല്ലെ, ആ ജോലിക്ക് അതാണ് പർട്ടിക്കുലർ ജോബിന്റെ പ്രത്യേകത തന്നെ. അല്ലെ, ഒരു ജോലി എന്നല്ല ഉദ്ദേശിക്കുന്നത്, ആ സ്പെസിഫിക് ആയിട്ടുള്ള ജോലി, അല്ലെ, പർട്ടിക്കുലർ ജോബ് ടു ബി ടു എ ന്യൂലി അപ്പോയിന്റഡ് എംപ്ലോയി ഈസ് ദ പ്ലേസ്മെന്റ്. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ഒരു അല്ലെ നിയമിക്കുക, ഒരു പർട്ടിക്കുലർ ജോലിയില് ഒരു പുതിയ എംപ്ലോയിനെ നിയമിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്ലേസ്മെന്റ് എന്ന് പറയുന്നു. അല്ലെ, ഒരു പർട്ടിക്കുലർ ജോബിന് പ്രാധാന്യമുണ്ട്. അതായത് ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പേഴ്സണെയാണ് കണ്ടെത്തി നിയമിക്കേണ്ടത്. അല്ലെ, അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അവിടെ വളരെ ക്രിയാത്മകമായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പർട്ടിക്കുലർ ജോബ് എന്ന് പറയുന്നതിൽ തന്നെ മനസ്സിലാക്കണം. അസൈൻമെന്റ് ഓഫ് എ പർട്ടിക്കുലർ ജോബ് നിയമിക്കുക, അല്ലെ, ആ പർട്ടിക്കുലർ ജോലിയിലേക്ക് വേണ്ടി ന്യൂ എംപ്ലോയി
new appointed employee in the placement. Placement വഴിയാണ് നമ്മൾ ഈ ഒരു കാര്യം നിർവഹണം നടത്തുന്നത്. പർട്ടിക്കുലർ ആയിട്ടുള്ള ജോലിയിലേക്ക് പുതിയ എംപ്ലോയിയെ അസൈൻ ചെയ്താൽ എന്നിവ നടത്തുന്നു. അതിനെയാണ് എന്താ പറയുന്നത്, പ്ലേസ്മെന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് ആര് പറഞ്ഞതാണ്? അക്കോർഡിംഗ് ടു ഡെയിലി ഓർഡർ. ഓക്കെ, രണ്ടുപേരുടെയും പേര് നിങ്ങൾ ഓക്കെ അല്ലേ? ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. രണ്ടുപേരുടെയും പേര്, രണ്ടുപേരും എന്താവും ഉദ്ദേശിക്കുന്നത് അല്ലെ? ഒരാള് വളരെ വിശദമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ മാച്ചിങ്ങും കാര്യങ്ങളൊക്കെ പറയുന്നു അല്ലെ. അതേസമയം ഡെയിലി ഓർഡർ ഈ പറഞ്ഞ വിവരണങ്ങളൊന്നും ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ വിവരണാത്മകമായ രീതിയിലൊന്നും വിവരിക്കുന്നില്ല. ജസ്റ്റ് ഒരു സെന്റൻസിൽ ഒതുക്കി തിരിക്കാണ്. അസൈൻമെന്റ് ഓഫ് എ പർട്ടിക്കുലർ ജോബ് ടു ഇൻവോൾവ് അപ്പോയിന്റഡ് എംപ്ലോയീസ് ഈസ് ദ പ്ലേസ്മെന്റ്. അല്ലേ? ഓക്കെ, നമുക്ക് പ്രിൻസിപ്പിൾസ് അടുത്ത ദിവസം എടുക്കാം. നമുക്ക് അധികം എടുക്കാനില്ല. പ്രിൻസിപ്പിൾസും പ്രോസസ്സും ബെനഫിറ്റ്സും പ്രോബ്ലംസ്, അങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഓക്കെ, ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ ഇന്നെടുത്തതില്? എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു തുടങ്ങി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം നമുക്ക് ഇനി ആ സെക്കൻഡ് ചാപ്റ്ററും കൂടി തീർക്കാനുള്ളൂ അല്ലെ. ബാക്കി എല്ലാവരെയും പോർഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഷംസിന്റെ ഒരു ഇച്ചിരി കൂടെ ഉണ്ടോ? ഇതെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ വായിച്ചു തീർക്കാനായിട്ട് തന്നെ ശ്രമിക്കാം. ഓക്കെയാണ്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.